1929 ജനുവരി. കൽക്കട്ടയിലെ ലൊറേറ്റോ കോൺവെന്റിലെത്തിയിരിക്കുകയാണ് തെരേസ. അവിടുത്തെ അന്തരീക്ഷം തെരേസ കരുതിയിരുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. വിക്ടോറിയൻ ശൈലിയിലുള്ള ഭീമാകാരമായ കെട്ടിടം, വിശാലമായ പൂന്തോട്ടങ്ങൾ, ചിട്ടയായ പ്രാർത്ഥനാമുറികൾ എല്ലാം യൂറോപ്യൻ നിലവാരത്തിലുള്ളതായിരുന്നു. ലൊറേറ്റോ സഭയുടെ പ്രധാന ലക്ഷ്യം ഉന്നത കുലജാതരായ പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു. ഭാഷ തന്നെയായിരുന്നു തെരേസ അവിടെ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അയർലൻഡിൽ വച്ച് ഇംഗ്ലീഷ് പഠിച്ചുവെങ്കിലും കൽക്കട്ടയിലെ സാധാരണക്കാരുമായി സംവദിക്കണമെങ്കിൽ ബംഗാളി അത്യാവശ്യമാണ്. കോൺവെന്റിൽ മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ തെരേസ ബംഗാളി അക്ഷരമാല പഠിക്കാനായി സമയം മാറ്റിവെച്ചു. അൽബേനിയൻ പെൺകുട്ടിയുടെ നാവിലൂടെ ബംഗാളി വാക്കുകൾ ഒഴുകിത്തുടങ്ങിയത് അവളുടെ സമർപ്പണത്തിന്റെ ആദ്യ അടയാളമായിരുന്നു. സെന്റ് മേരി സ്കൂളിലായിരുന്നു തെരേസയ്ക്ക് അധ്യാപികയായി ചുമതല ലഭിച്ചത്. അവൾ വളരെ പെട്ടെന്ന് വിദ്യാർത്ഥിനികളുടെ പ്രിയപ്പെട്ടവളായി മാറി. ഭൂമിശാസ്ത്രവും ചരിത്രവും പഠിപ്പിക്കുന്നതിനിടയിലും അവൾ കുട്ടികളോട് ചങ്ങാത്തം കൂടാൻ മറന്നില്ല. സ്നേഹത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു തെരേസയെ വ്യത്യസ്തയാക്കിയത്. എന്നാൽ ആ ചുവരുകൾക്കുള്ളിൽ കഴിയുമ്പോഴും ജനലഴികൾക്കപ്പുറമുള്ള മറ്റൊരു ലോകം അവളെ അസ്വസ്ഥയാക്കി. മതിൽക്കെട്ടുകൾക്ക് തൊട്ടപ്പുറത്തുള്ള ചേരിയിൽ നിന്നുള്ള നിലവിളികളും ദാരിദ്ര്യത്തിന്റെ ഗന്ധവും കാറ്റിലൂടെ ആ കോൺവെന്റിനുള്ളിലേക്ക് അരിച്ചെത്തുമായിരുന്നു. ആ മതിൽക്കെട്ടൊരു സംരക്ഷണ കവചമെന്നതിലുപരി തന്നെയും തന്റെ സഹോദരങ്ങളെയും വേർതിരിക്കുന്ന ഒരു മറയാണെന്ന് തെരേസയ്ക്ക് തോന്നിത്തുടങ്ങി. എങ്കിലും തന്റെ സന്യാസവ്രതങ്ങളുടെയും സഭയുടെയും നിയമങ്ങൾ പാലിച്ച് അവൾ ആ മതിലുകൾക്കുള്ളിൽ ജീവിച്ചു. എന്നാൽ വിധി അവൾക്കായി കരുതി വച്ചിരുന്നത് മറ്റു ചില നിയോഗങ്ങളായിരുന്നു. കൽക്കട്ടയിലെ സെന്റ് മേരി സ്കൂളിലെ താമസത്തിന് ശേഷം സഭയുടെ നിയമപ്രകാരമുള്ള കഠിനമായ സന്യാസ പരിശീലനത്തിനായി സിസ്റ്റർ തെരേസ ഡാർജിലിംഗിലേക്ക് അയക്കപ്പെട്ടു. 1929 മെയ് മാസത്തിലെ പ്രശാന്തമായൊരു പ്രഭാതത്തിൽ ഹൗറ സ്റ്റേഷനിൽ നിന്നും നോർത്ത് ബംഗാൾ എക്സ്പ്രസിൽ കയറുമ്പോൾ തെരേസയുടെ ഉള്ളിൽ വല്ലാത്തൊരാകാംക്ഷയായിരുന്നു. ഹിമാലയത്തിന്റെ താഴ്വരയിലേക്കാണ് പോകുന്നത്. മലനിരകൾക്കിടയിലൂടെ പുകതുപ്പി നീങ്ങുന്ന കൊച്ചു ട്രെയിനിലിരിക്കുമ്പോൾ തന്റെ ജന്മനാടായ സ്കോപ്പിയയിലെ മലനിരകളെ അവൾ ഓർത്തു. സമുദ്രനിരപ്പിൽ നിന്നും 6500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാർജിലിംഗിലെ ലൊറേറ്റോ കോൺവെന്റിലായിരുന്നു തെരേസയുടെ സന്യാസ പരിശീലനം. ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും ക്രിസ്തുവിന്റെ മണവാട്ടിയായ കന്യാസ്ത്രീയിലേക്കുള്ള പരിവർത്തനത്തിന്റെ നാളുകളായിരുന്നു അത്. 1929 മെയ് 23 അവൾ തന്റെ നോവിഷിയേറ്റ് ആരംഭിച്ചു. കരിങ്കൽ മതിലുകൾക്കുള്ളിൽ അവൾ മൗനത്തിന്റെ അർത്ഥം പഠിച്ചു. സന്യാസ സഭയുടെ നിയമങ്ങൾ, പ്രാർത്ഥനാക്രമങ്ങൾ, കഠിനമായ അച്ചടക്കം എന്നിവയ്ക്കൊപ്പം തെരേസ ബംഗാളി ഭാഷ പഠനത്തിലും മുഴുകി. സന്യാസ പരിശീലനത്തിന്റെ ഭാഗമായി ആഗ്നസ് മിക്കപ്പോഴും മൗനവ്രതത്തിലായിരുന്നു. ഈ നിശബ്ദതയാണ് ലോകത്തിന്റെ നിലവിളികൾ ശ്രദ്ധിക്കാൻ അവളെ പ്രാപ്തയാക്കിയത്. ഡാർജിലിംഗിലെ കോൺവെന്റ് ചാപ്പലിൽ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്കോപ്പിയയിലെ തന്റെ വീടിന്റെ ഊഷ്മളമായ അന്തരീക്ഷത്തിൽ നിന്ന് ദൈവം തന്നെ ഇത്രയും ഉയരത്തിലെത്തിച്ചത് വലിയ ഏതോ ദൗത്യത്തിനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അധ്യാപികയാകാൻ വന്ന തെരേസ ഡാർജിലിംഗിൽ വെച്ച് നഴ്സിംഗിന്റെ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ചു. അവിടെയുള്ള ചെറിയ ക്ലിനിക്കിൽ വെച്ച് മുറിവുകൾ കഴുകാനും മരുന്നുകൾ വെച്ചുകെട്ടാനും പരിശീലിച്ചു. രോഗികളുടെ വേദനയിൽ ദൈവത്തിന്റെ മുഖം കാണാൻ അവൾക്ക് സാധിച്ചു.
മുറിവുകളെ ഭയപ്പെടാതെ അവയെ സ്നേഹത്തോടെ സ്പർശിക്കാനുള്ള മനക്കരുത്ത് ഡാർജിലിംഗിലെ തോട്ടം തൊഴിലാളികൾക്കിടയിലുള്ള പ്രവർത്തനത്തിലൂടെ അവൾ നേടിയെടുത്തു. സന്യാസത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ തെരേസ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി. സ്വന്തമായി ഒന്നും കരുതാതെ ഉള്ളതുകൊണ്ട് സംതൃപ്തയാകുക, ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സ്വന്തം മക്കളായി കണ്ട് ദൈവത്തിന് സമർപ്പിക്കുക, സഭയുടെയും ദൈവത്തിന്റെയും ആജ്ഞകൾ വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കുക. താൻ പഠിച്ച ഈ പാഠങ്ങൾ തെരേസ തന്റെ ജീവിതചര്യയാക്കി മാറ്റി. തന്റെ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാൻ അവൾ സമയം കണ്ടെത്തി. പ്രാർത്ഥനകൾക്കും ക്ലിനിക്കിലെ ജോലികൾക്കും ശേഷം തെരേസ പലപ്പോഴും മലനിരകളിലെ കുഗ്രാമങ്ങളിലേക്ക് മിഷണറിമാർക്കൊപ്പം യാത്ര തിരിച്ചു. തണുത്തുറഞ്ഞ ആ മലഞ്ചെരുവുകളിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും നഗ്നപാതരായും കഴിയുന്ന പഹാഡി കുട്ടികൾ അവളുടെ ഹൃദയത്തെ വല്ലാതെ നോവിച്ചു. 2 വർഷം നീണ്ട ആത്മീയ പരീക്ഷണങ്ങൾ, നേരിട്ട് കണ്ടറിഞ്ഞ ജീവിത പാഠങ്ങൾ. ഒടുവിൽ ആ സുപ്രധാന ദിനം വന്നെത്തി. 1931 മെയ് 24. ഡാർജിലിംഗിലെ ലൊറേറ്റോ ആബിയിലെ കൊച്ചു പള്ളിയിൽ വെച്ച് തെരേസ തന്റെ ആദ്യ വ്രതവാഗ്ദാനം നടത്തി. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 പുണ്യവ്രതങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് അവൾ ലോകത്തിനു മുന്നിൽ ഒരു സന്യാസിനിയായി പുനർജനിച്ചു. അന്ന് ആ പള്ളിയിലെ അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ സൂര്യപ്രകാശമേറ്റ് മിന്നുന്ന കാഞ്ചൻജംഗ കൊടുമുടി പോലെ അവളുടെ ഉള്ളിലെ വിശ്വാസവും തിളങ്ങുകയായിരുന്നു. ആ ചടങ്ങിനു ശേഷം തന്റെ പേരിനൊപ്പം സിസ്റ്റർ എന്ന പദവി കൂടി തെരേസയ്ക്ക് സ്വന്തമായി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പരിശീലനം പൂർത്തിയാക്കി സിസ്റ്റർ തെരേസ വീണ്ടും കൽക്കട്ടയിലേക്ക് മടങ്ങി. എൻഡല്ലിയിലെ സെന്റ് മേരി സ്കൂളിൽ അവൾ വീണ്ടും അധ്യാപികയായി. ഭൂമിശാസ്ത്രത്തിനും ചരിത്രത്തിനുമൊപ്പം സിസ്റ്റർ തെരേസ കുട്ടികൾക്ക് പകർന്നു നൽകിയത് പവിത്രമായ സ്നേഹത്തിന്റെ പാഠങ്ങൾ കൂടിയായിരുന്നു. 1937 മെയ് 14 തെരേസ തന്റെ അന്തിമ വ്രതവാഗ്ദാനം നടത്തി. അതോടെ ലൊറേറ്റോ സഭയുടെ അവിഭാജ്യ ഘടകമായി മാറിയ അവൾ വൈകാതെ സെന്റ് മേരി സ്കൂളിന്റെ പ്രിൻസിപ്പലായി നിയമിതയായി. അധ്യാപിക എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സ്കൂളിന്റെ ദൈനംദിന കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും അച്ചടക്കം നിലനിർത്തുന്നതിലും സിസ്റ്റർ തെരേസ വലിയ മിടുക്ക് കാണിച്ചിരുന്നു. സങ്കീർണമായ പ്രശ്നങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യാനുള്ള അവരുടെ കഴിവ് സഭയിലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സെന്റ് മേരി സ്കൂൾ പ്രധാനമായും ബംഗാളി പെൺകുട്ടികൾക്കായുള്ളതായിരുന്നു. വിദേശിയായിരുന്നിട്ടും ചുരുങ്ങിയ കാലം കൊണ്ട് സിസ്റ്റർ തെരേസ ബംഗാളി ഭാഷ എഴുതാനും സംസാരിക്കാനും പഠിച്ചിരുന്നു. പ്രാദേശിക ഭാഷ അറിയുന്ന ഒരാൾ പ്രിൻസിപ്പൽ സ്ഥാനത്ത് വരുന്നത് കുട്ടികളുമായും രക്ഷിതാക്കളുമായും കൂടുതൽ അടുക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ കരുതി. ഭൂമിശാസ്ത്രവും ചരിത്രവും പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ തെരേസ കുട്ടികളുടെ പ്രിയപ്പെട്ട മാ ആയിരുന്നു. കണിശമായ നിയമങ്ങൾക്കപ്പുറം സ്നേഹം കൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരു വിദ്യാലയത്തെ നയിക്കാനാവശ്യമായ ഏറ്റവും വലിയ ഗുണം കുട്ടികളോടുള്ള ഈ കരുതലായിരുന്നു. ലൊറേറ്റോ കോൺവെന്റ് കൽക്കട്ടയിൽ ഏറ്റവും പ്രൗഢമായ സ്ഥാപനങ്ങളിലൊന്നാണ്. അവിടെയുള്ള കന്യാസ്ത്രീകൾക്ക് നല്ല ഭക്ഷണവും സുരക്ഷിതമായ താമസ സൗകര്യവുമുണ്ട്.
അവിടം കൃത്യമായ ചിട്ടവട്ടങ്ങളാൽ ബന്ധിതമായിരുന്നു. സിൽവർ ക്ലട്ടറുകളിൽ വിളമ്പുന്ന ആഹാരവും വിക്ടോറിയൻ ശൈലിയിലുള്ള ഉയർന്ന മേൽക്കൂരയുള്ള മുറികളും വൈകുന്നേരങ്ങളിലെ പിയാനോ സംഗീതവും അവിടെ ഒരു യൂറോപ്യൻ അന്തരീക്ഷം സൃഷ്ടിച്ചു. എന്നാൽ ഈ പ്രൗഢിക്ക് തൊട്ടപ്പുറത്ത് വെറുമൊരു മതിൽപ്പാടിനപ്പുറം മോത്തിജിൽ എന്ന ചേരി ശ്വാസം മുട്ടുകയായിരുന്നു. അഴുക്കുചാലുകൾക്കും മാലിന്യങ്ങൾക്കും ഇടയിൽ കഴിയുന്ന മനുഷ്യർ. എന്റെ സഹോദരങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഈ സുരക്ഷിതത്വം ആസ്വദിക്കുമെന്ന ചോദ്യം അവളെ നിരന്തരം അസ്വസ്ഥയാക്കി. സഭയുടെ നിയമമനുസരിച്ച് ഒരു കന്യാസ്ത്രീക്ക് മഠത്തിന് പുറത്തുള്ളവരുമായി അമിതമായ ബന്ധം പുലർത്താൻ അനുവാദമില്ല. ക്ലോയിസ്റ്റഡ് ജീവിതത്തിന്റെ ഭാഗമായ അച്ചടക്കം സിസ്റ്ററെ ശ്വാസം മുട്ടിച്ചു. ദൈവം എന്നെ വിളിച്ചത് സുരക്ഷിതമായിരിക്കാനാണോ അതോ സേവനം ചെയ്യാനാണോ എന്ന ചോദ്യം അവൾ തന്റെ ഡയറി കുറിപ്പുകളിൽ ആവർത്തിച്ചെഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ സിസ്റ്റർ തെരേസയ്ക്ക് സ്കൂളിന്റെ ഭരണ ചുമതലകളുണ്ടായിരുന്നു. മീറ്റിംഗുകളും ഫയലുകളും ക്ലാസുകളും അവളുടെ സമയം കവർന്നെടുത്തു. അതേസമയം ജനാലയ്ക്കൽ നിൽക്കുമ്പോൾ കാണുന്ന മോത്തിജിലിലെ കാഴ്ചകൾ അവളുടെ ഉള്ളുലച്ചു. ചീഞ്ഞഴുകിയ വ്രണങ്ങളുമായി തെരുവിൽ കിടക്കുന്നവർ, എച്ചിൽ പാത്രങ്ങൾക്കായി തെരുവ് നായ്ക്കളോട് മല്ലിടുന്ന മനുഷ്യർ. കുരിശിനു മുന്നിൽ മുട്ടുകുത്തുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിൽ അവൾ മോത്തിജിലിലെ പട്ടിണി പാവങ്ങളെയാണ് കണ്ടത്. എങ്കിലും സഭയുടെ നിയമങ്ങളനുസരിച്ച് അവൾ തന്റെ കടമകൾ തുടർന്നു. സഭയുടെ അനുവാദമില്ലാതെ മതിൽക്കെട്ടിന് പുറത്തിറങ്ങാനോ ചേരികളിൽ പോയി താമസിക്കാനോ അവൾക്ക് കഴിയില്ല. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുമ്പോഴും അവളുടെ ഹൃദയം ആ മതിൽക്കെട്ടിന് പുറത്തായിരുന്നു. സഭയുടെ നിയമങ്ങൾ കാരുണ്യപ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമാകുന്നുണ്ടോ എന്ന് സിസ്റ്റർ തെരേസ ആകുലപ്പെട്ടു. 1940-കൾ കൽക്കട്ടയെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങളുടെ കാലമായിരുന്നു. 1943-ലെ ബംഗാൾ ക്ഷാമം നഗരത്തെ ശവപ്പറമ്പാക്കി മാറ്റി. ഭക്ഷണത്തിനായി തെരുവോരങ്ങളിൽ മനുഷ്യർ മരിച്ചു വീഴുന്ന കാഴ്ച തെരേസയെ വല്ലാതെ ഉലച്ചു. കോൺവെന്റിന്റെ സുരക്ഷിതമായ അടുക്കളയിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണം പാത്രങ്ങളിലാക്കി അവൾ പുറത്തെ വിശക്കുന്ന മനുഷ്യർക്ക് നൽകി. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ആ ജനക്കൂട്ടത്തിനു മുന്നിൽ അത് കടലിലെ ഒരു തുള്ളി പോലെയായിരുന്നു. ഈ ബഹളങ്ങൾക്കിടയിലാണ് 1946-ൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് മുൻപ് മുസ്ലിം വിഭാഗത്തിനായി പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യമുന്നയിച്ച് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നത്. ബംഗാൾ അന്ന് മുസ്ലിം ലീഗ് ഭരണത്തിന് കീഴിലാണ്. ഹുസൈൻ ഷഹീദ് സുഹ്റാവർദിയായിരുന്നു ഭരണത്തലവൻ. ഓഗസ്റ്റ് 16-ന് കൽക്കട്ടയിൽ നടന്ന ഒരു വലിയ പൊതുയോഗത്തിന് പിന്നാലെ നഗരത്തിൽ വ്യാപകമായ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയൊരു വർഗീയ കലാപമായി മാറി. കൽക്കട്ടയിലെ തെരുവുകൾ ചോരയിൽ കുതിർന്നു. വെറും 72 മണിക്കൂറിനുള്ളിൽ 5000-ത്തിലധികം മനുഷ്യർ കൊല്ലപ്പെടുകയും 10,000-കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെരുവുകളിൽ ശവങ്ങൾ കുന്നുകൂടി. എൻഡെല്ലിയിലെ ലൊറേറ്റോ കോൺവെന്റിനു ചുറ്റും നിലവിളികളും തീവയ്പും നടന്നു. കലാപം കാരണം നഗരം പൂർണ്ണമായും അടച്ചുപൂട്ടി. കോൺവെന്റിലേക്ക് ആഹാര സാധനങ്ങൾ എത്താതെയായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലൊറേറ്റോ കോൺവെന്റിലെ 300ഓളം പെൺകുട്ടികൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ 1 മണി അരി പോലും ഇല്ലാത്ത അവസ്ഥയായി. മതിലുകൾക്ക് പുറത്തായുധങ്ങളുമായി കലാപകാരികൾ അലയുന്നു.
ഭയം കൊണ്ട് മറ്റെല്ലാ കന്യാസ്ത്രീകളും പകച്ചു നിന്നപ്പോൾ സിസ്റ്റർ തെരേസ ഒരു ധീരമായ തീരുമാനമെടുത്തു. ദൈവത്തിൽ അഭയം പ്രാപിച്ച 36-കാരിയായ ആ സന്യാസിനി കോൺവെന്റ് പടിവാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഒരു വശത്ത് മതഭ്രാന്ത് മനുഷ്യനെ മൃഗമാക്കുമ്പോൾ മറുവശത്ത് ഒരു സന്യാസിനി സ്നേഹത്തിന്റെ കാവൽ മാലാഖയായി ആ ചോരപ്പുഴയിലൂടെ നീങ്ങി. പെട്ടെന്നാണ് ദൂരെ ഒരു പട്ടാള വണ്ടി വരുന്നത് അവൾ കണ്ടത്. പട്ടാളക്കാർ നഗരത്തിൽ റോന്തു ചുറ്റുകയായിരുന്നു. അപ്രതീക്ഷിതമായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കന്യാസ്ത്രീയെ കണ്ട് പട്ടാളക്കാർ അമ്പരന്നു. ആ വണ്ടിയിലുണ്ടായിരുന്ന ഓഫീസറുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "എന്റെ കുട്ടികൾ 3 ദിവസമായി പട്ടിണിയിലാണ്. അവർ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ആഹാരം വേണം." ആ മുഖത്തെ നിശ്ചയദാർഢ്യവും കണ്ണുകളിലെ തീക്ഷ്ണതയും പട്ടാളക്കാരെ നിശബ്ദരാക്കി. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കുന്ന ആ നഗരത്തിൽ മറ്റൊരുവനു വേണ്ടി ജീവൻ പണയപ്പെടുത്തി ഇറങ്ങിത്തിരിച്ച ആ സന്യാസിനിയോട് അവർക്ക് ആദരവ് തോന്നി. വൈകാതെ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അരിച്ചാക്കുകൾ സുരക്ഷിതമായി കോൺവെന്റിലെത്തിച്ചു. കൽക്കട്ട തെരുവുകളിൽ കണ്ട ചോരപ്പുഴയും പട്ടിണിയും സിസ്റ്റർ തെരേസയുടെ ഉള്ളിലെ അധ്യാപികയെ മാറ്റിമറിച്ചു. 1946 സെപ്റ്റംബർ 10 തന്റെ വാർഷിക ധ്യാനത്തിനായി കൽക്കട്ടയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു അവൾ. ഹിമാലയൻ മലനിരകളിലേക്ക് കിതച്ചു കയറുന്ന ആ ട്രെയിനിന്റെ താളാത്മകമായ ശബ്ദത്തിനിടയിൽ തന്റെ ഉള്ളിൽ ഒരു അശരീരിയെന്നോണം ആ വിളി അവൾ കേട്ടു. കോൾ വിത്തിൻ എ കോൾ എന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട ആ നിമിഷത്തിൽ അവളുടെ മനസ്സിൽ തോന്നിയത് ഒന്നു മാത്രം: ലൊറേറ്റോയുടെ സുരക്ഷിതമായ മതിൽക്കെട്ടുകൾ വിട്ടിറങ്ങുക. ദരിദ്രരിൽ ദരിദ്രരായവർക്കിടയിൽ അവരിലൊരാളായി ജീവിക്കുക.